തുടരുന്നു. കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന തള്ളിയിട്ട പനമരം വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആൻമേരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ തൃശൂരിലേക്ക് കൊണ്ടുപോയി. വൈകിട്ടാണ് സംസ്കാരം നടക്കുക. കാട്ടാന ശല്യം തടയാൻ ഫെൻസിംഗ് സംവിധാനം അടിയന്തരമായി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ആൻമേരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തൃശൂർ പഴായി പള്ളിയിൽ വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കാരം. സംസ്കാര ചടങ്ങ് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് 5 മണിക്ക് പാഴായി പള്ളിയിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പുതുക്കാട് അടുത്തുള്ള ഒരു പള്ളിയാണ്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പാലക്കാടാണ് അവർ താമസിക്കുന്നത്. എന്നാലും ഇവിടെ അവർക്ക് വീടുണ്ട്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ റിട്ടയർമെന്റ് ആയി അവിടെ താമസിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു ചേട്ടനും ചേച്ചിയും. നീണ്ടപാറ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫെൻസിങ് റെഡിയായിട്ട് കിടക്കുന്നതാണ്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു പോയതല്ലാതെ ഫെൻസിങ്ങിന് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ആന്റണി ജോൺ MLA പറഞ്ഞു. 5 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ്, അതായത് ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഫെൻസിംഗ് ആണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഈ ആഴ്ച ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനിയൊരു ജീവൻ അപകടത്തിലാവുന്നതിന് മുന്നേ തന്നെ നീണ്ടപാറ മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. അതല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ക്യാമറമാൻ ഹരീഷിനൊപ്പം നീണ്ടപാറയിൽ നിന്ന് എബിൻ ജോസ്, 24.